നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുന്നേറ്റം. കഴിഞ്ഞ വർഷത്തെ ആഭ്യന്തര ഉൽപാദന വളർച്ച 7.7%. GDP മൂല്യം 323.12 ലക്ഷം കോടി രൂപ. നാലാം പാദത്തിൽ GDP വളർച്ച 7.8%. ഇന്ത്യയുടെ മുന്നേറ്റം അമേരിക്കയും ചൈനയെയും പിന്നിലാക്കി. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നടപടികൾ വേഗത്തിലാക്കാൻ ED യോഗത്തിന്റെ തീരുമാനം. പഴുതടച്ച അന്വേഷണം നടത്താൻ ED ഡയറക്ടറുടെ നിർദ്ദേശം. വീണയല്ല, പിണറായിയാണ് യഥാർത്ഥ പ്രതിയെന്ന് ഷോൺ ജോർജ്. പിണറായിയോ വീണയോ പ്രതിയായി EDക്ക് മുമ്പിൽ ഒരു കേസുണ്ടോ എന്ന് AK ബാലൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണന. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടതും വലിയ അവഗണനയെന്നും വിനോദിനി പച്ചക്കുതിരയിലെ ലേഖനത്തിൽ. തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. കുവൈറ്റിലെ ഇലക്ട്രോണിക് പേയ്മെന്റ് രംഗത്ത് സുപ്രധാനമായ മാറ്റത്തിന് ഇന്നു മുതൽ തുടക്കം. ഓൺലൈൻ പേയ്മെന്റിനായി ഉപഭോക്താക്കൾ ഇനി പ്രത്യേകം ബാങ്ക് തിരഞ്ഞെടുക്കേണ്ടതില്ല. പകരം ATM ഡെബിറ്റ് കാർഡിന്റെ ആദ്യ അക്കങ്ങൾ നൽകി നടപടികൾ പൂർത്തിയാക്കി ഇടപാട് നടത്താം. പരിഷ്കാരം സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ച പുതിയ നവീകരണത്തിന്റെ ഭാഗമായി. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി എറണാകുളത്ത് ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കുന്നു. മഹോത്സവം നാളെയും മറ്റന്നാളും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും കുതിച്ചുയർന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖല. കഴിഞ്ഞ വർഷത്തെ ആഭ്യന്തര ഉൽപാദന വളർച്ച 7.7% ഉയർന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥ എന്ന നേട്ടവും ഇന്ത്യ നിലനിർത്തി. കൊറോണയ്ക്ക് ശേഷം വിവിധ കാരണങ്ങളാൽ ആഗോള സാമ്പത്തിക മേഖല കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്ത് തെളിയിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ GDP വളർച്ച 7.7% ഉയർന്നു. കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പ്രതീക്ഷിച്ചിരുന്ന 7.6% കടന്നാണ് ആഭ്യന്തര ഉൽപാദന വളർച്ച രേഖപ്പെടുത്തിയത്. ചെറുകിട വ്യവസായം മുതൽ പ്രതിരോധവും സാങ്കേതിക വിദ്യയും വരെയുള്ള മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നടപടികൾ ഫലം കാണുന്നുവെന്നാണ് GDP നിരക്ക് വ്യക്തമാക്കുന്നത്. ഹോട്ടൽ, ഗതാഗതം തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ജനുവരി മുതൽ മാർച്ച് വരെ ഇന്ത്യയുടെ GDP മൂല്യം 87.77 ലക്ഷം കോടി രൂപയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം വികസിത രാജ്യങ്ങളെപ്പോലും തളർത്തുമ്പോഴാണ് ഇന്ത്യ ശക്തമായി മുന്നേറുന്നത്. ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം നിലനിർത്താനും ഇന്ത്യക്ക് സാധിച്ചു. യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാസപ്പടി കേസിൽ വീണ വിജയനും CMRLനും തിരിച്ചടി. ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിലെ EDയുടെ അന്വേഷണം തുടരാമെന്ന് ജസ്റ്റിസുമാരായ A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി അടക്കം നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. അന്വേഷണം നടത്തുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി വാദത്തിനിടെ CMRLനോട് ചോദിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ, രേഖകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതിയല്ലോ, ക്ലീൻ ചിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ലല്ലോ എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. കള്ളപ്പണ ഇടപാട് തടയൽ നിയമത്തിലെ 5(2) വകുപ്പുകൾ അനുസരിച്ച് സിവിൽ നടപടികൾക്ക് വിലക്കില്ല. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും EDക്ക് നടത്താം. അതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ലെന്നുമാണ് ഹൈക്കോടതി വിധി. ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ CMRL സുപ്രീം കോടതിയെ സമീപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. മാസപ്പടി കേസിൽ പ്രതികരണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല. ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുവാനും അറസ്റ്റിലേക്ക് പോകാനും EDക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ സ്വാഭാവികമായിട്ടും സ്വാധീനങ്ങൾ കൊണ്ടും വ്യവഹാരങ്ങൾ കൊണ്ടും താമസിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും
ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വ്യവസ്ഥിതിയെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കൂടിയാണ് ഇവർ. തീർച്ചയായിട്ടും ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാൻ അവർ സമയം ചോദിച്ചിട്ട് പോലും കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മാസപ്പടി കേസിൽ തുടക്കക്കാരൻ മാത്യു കുഴൽനാടനെന്ന് AK ബാലൻ വിഷയം വിജിലൻസ് കോടതി നേരത്തെ തള്ളിയതാണ്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവും കോടതി കണ്ടെത്തിയിരുന്നു. മാത്യുവിന് ശേഷം രംഗത്ത് വരുന്നത് ഷോൺ ജോർജാണ്. ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ CMRL സമീപിച്ചിരുന്നു. പിണറായി വിജയനോ വീണയോ പ്രതിയായ EDയുടെ മുമ്പിൽ ഒരു കേസുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നും AK ബാലൻ പാലക്കാട് പറഞ്ഞു. ഇതിലെവിടെയെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇതിലെവിടെയെങ്കിലും പിണറായി വിജയനോ വീണയോ പ്രതിയായിട്ടുള്ള ഒരു കേസുണ്ടോ? ഒരു FIR ഉണ്ടോ? അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും EDയുടെ മുമ്പിലുണ്ടോ? അത് വിശദമാക്കാതെ അതിലേക്ക് പോകാതെയാണ് റെയ്ഡ് നടന്നത്. മാസപ്പടി കേസിൽ അന്വേഷണ പുരോഗതി പരിശോധിച്ച് ED ഡയറക്ടർ രാഹുൽ നവീൻ. അന്വേഷണം തൃപ്തികരമാണെന്നാണ് വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും പഴുതടച്ച അന്വേഷണം വേണമെന്നും ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാസപ്പടി കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി പച്ചക്കൊടി കാട്ടിയതിന് തൊട്ടു പിന്നാലെ ഉന്നതതല യോഗം പൂർത്തിയാക്കി അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചിയിൽ യോഗം ചേർന്നത്. കേസിലെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ചർച്ച ചെയ്ത അദ്ദേഹം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ED ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് നിർദ്ദേശം. നിലവിലെ മറ്റ് കേസുകളുടെ അന്വേഷണ പുരോഗതിയും യോഗത്തിൽ ചർച്ച ചെയ്തു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതാണ് നിർണായകമായിരിക്കുന്നത്. സ്വത്തുക്കൾ മരവിപ്പിക്കാനോ പ്രതികൾക്ക് സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനോ ECIR ആവശ്യമില്ലെന്നും അത് നിയമപരമായ രേഖയല്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും EDക്ക് കഴിയും. ഇതോടെ പ്രതികൾക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. MV ഗോവിന്ദനെതിരെ മുനവച്ച വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് വിനോദിനി ആരോപിക്കുന്നു. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനി പറഞ്ഞു. പച്ചക്കുതിര എന്ന മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനോദിനി ബാലകൃഷ്ണന്റെ പ്രതികരണം. CPM പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുകയാണ് CPM മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കേരളത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ് ആ അംഗം. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സൗഖ്യം അന്വേഷിച്ചിട്ടില്ല. പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ നേതാവ് പിണറായി വിജയനാണോ എന്ന് അഭിമുഖത്തിൽ ചോദ്യമുണ്ട്. അത് പിണറായി വിജയൻ അല്ലെന്ന് അവർ അതിന് മറുപടിയും നൽകി. പിണറായിയെ വിളിച്ചാൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്നും വിനോദിനി പറഞ്ഞു. അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും വിനോദിനി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതിരുന്നതിലും നേതൃത്വം വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിന് ശേഷം 4 തവണ സംസ്ഥാന നേതൃത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായില്ല. ഒടുവിൽ പിണറായി വിജയൻ നേരിട്ടിടപെട്ടിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചത്. TK ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടു സന്ദർശനം നടത്തിയ ഘട്ടത്തിലും പാർട്ടിയോടുള്ള നീരസം പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ല. ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. തൻ്റെ ചീഫ് ഏജന്റ് ആയിരുന്നുവെന്നും വേണമെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താമായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു കാപട്യത്തിന് താൻ തയ്യാറെടുത്തില്ല. വരുന്നവരോടെല്ലാം തൻ്റെ ബന്ധുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നതായും മന്ത്രി പറഞ്ഞു. ധനകാര്യ വകുപ്പിലെ രഹസ്യരേഖകൾ AI പ്ലാറ്റ്ഫോമിലാണ് തയ്യാറാക്കിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. ഇതിൽ ഗണ്യമായ ഭാഗം AI ആണ്. ധനകാര്യ വകുപ്പിലെ രഹസ്യരേഖകളെല്ലാം ഇതോടെ പബ്ലിക് ഡൊമൈനിലെത്തി. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശ്ശൂരിൽ മരം കടപുഴകി വീണു. ബൈക്ക് യാത്രികൻ മരിച്ചു. 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്.
മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ ശ്രീനാരായണപുരത്ത് മഴയിൽ മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ടൗണിൽ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു. UBMC സ്കൂളിന്റെ ചുറ്റുമതിലാണ് റോഡിലേക്ക് തകർന്നു വീണത്. സംഭവ സമയം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോവാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിൽ കോറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും നിർത്തിവെക്കാൻ ഉത്തരവായി. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സർവീസ് വില്ലകൾ എന്നിവയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവായി. എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമവും പ്രവർത്തിക്കില്ല. വനവകുപ്പിന് കീഴിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മേഖലയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ മേഖലകളിൽ ഉള്ളവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിലൂടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെയുള്ള യാത്ര രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ നിരോധിച്ചു. കരമന, മണിമല നദികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനവും നിരോധിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. എറണാകുളം മലയിടംതുരുത്ത് നിവാസികളുടെ പുനരധിവാസ പ്രശ്നത്തിന് പരിഹാരം തെളിയുന്നു. നിലവിലുള്ള വസ്തുവിൽ കുടുംബങ്ങൾക്ക് താമസിക്കാൻ പുതിയ സ്ഥലം അനുവദിക്കാമെന്ന് അറിയിച്ചു. സർക്കാർ നിർദ്ദേശം കൂടി ആലോചിച്ച് അറിയിക്കാമെന്നാണ് ഭൂ ഉടമയും സമരസമിതിയും അറിയിച്ചത്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നതായി സമരസമിതി പ്രതികരിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എറണാകുളം ജില്ലയിലെ മലയിടംതുരുത്തിലെ ഭൂമി പ്രശ്നത്തിന്. കോടതി വിധി ഭൂ ഉടമയ്ക്ക് അനുകൂലമായതോടെ വലിയ പ്രതിസന്ധിയാണ് 8 കുടുംബങ്ങൾ നേരിട്ടത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നതോടെയാണ് സർക്കാർ ഇന്ന് നിർണായക ചർച്ച നടത്തിയത്. ചർച്ചയിൽ പുരോഗതിയുണ്ട്. ചില നിർദ്ദേശങ്ങൾ 2 ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് തീർത്ത് ഇവർക്ക് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു ആവശ്യമാണ് ഗവൺമെൻറ് അവരുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അവിടെ ആ ലഭ്യമാകുന്ന സ്ഥലത്ത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അവിടെ വീട് വെച്ചു കൊടുക്കുന്നതായിരിക്കും ഈ കുടുംബങ്ങൾക്ക്. സർക്കാർ നിർദ്ദേശം കൂടിയാലോചിച്ച് അറിയിക്കാമെന്നാണ് ഭൂ ഉടമകളും സമരസമിതിയും അറിയിച്ചത്. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് സമരസമിതി പ്രതികരിച്ചു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കുടുംബങ്ങളുടെ പുനരധിവാസമായിരുന്നു ആവശ്യമെന്ന് മുൻ MLA PV ശ്രീനിജൻ പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് സർക്കാർ തന്നെ അതിന് മുൻകൈയെടുത്ത് ഇങ്ങനൊരു തീരുമാനം പറയുമ്പോൾ അത് നടക്കും. കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന 8 കുടുംബങ്ങളുടെ വികാരം നമുക്കൊന്ന് മാനിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം അവർ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആ ഭൂമിയിൽ അവർക്ക് അവിടെ കിടക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ മാസം 16-നുള്ളിൽ ഭൂമി ഒഴിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട സർക്കാർ യോഗം വിളിച്ചു ചേർത്തത്. തുടർ ചർച്ചകൾ തിങ്കളാഴ്ച നടക്കും. ഈ യോഗത്തിൽ ഇരുവിഭാഗവും തീരുമാനം അറിയിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 728 കേസുകളായി 795 പേരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന 2 വിദേശികളെ പോലീസ് പിടികൂടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പദ്ധതി പ്രകാരം ഇതുവരെ 625 ഗ്രാം MDMA റെയ്ഡിൽ പിടിച്ചെടുത്തതായി മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. 728 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 795 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് സമീപം ലഹരി വിൽപ്പന നടത്തുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്കൂളിൻ്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. 2 പ്രധാനപ്പെട്ട ക്യാച്ചാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫ്സൺ ഓക്ഫോർ എന്ന ആളിനെയും പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ കേസുമായി ബന്ധപ്പെട്ട് എൽസീന സന്താൻ സൂസ എന്ന വിദേശ വനിതയെയും അന്വേഷണ സംഘത്തിന് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി IG പുട്ട വിമലാദിത്യയെ നിയമിച്ചു. പദ്ധതിക്കായി 84 സബ് ഡിവിഷനുകളിലായി 16 അംഗങ്ങളുള്ള 4 ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ട്. മയക്കുമരുന്നുകളുടെ ഉറവിടം കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് TINT ടീമിനും
രൂപം നൽകി. പൊതുജനങ്ങൾക്ക് 9497979794 എന്ന നമ്പറിലും 9497927797 എന്ന നമ്പറിലും വിവരങ്ങൾ അറിയിക്കാം. വാട്സപ്പിലും വിവരങ്ങൾ അറിയിക്കുന്നതിന് സൗകര്യമുണ്ട്. വിവരങ്ങൾ കൈമാറുന്നവരുടെ പേരുകൾ രഹസ്യമായിരിക്കും. കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവി സംരക്ഷിക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തടയുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചയാളെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. നിലവിലെ സുരക്ഷാ സാഹചര്യത്തിൽ അധികൃതർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനാലാണ് നടപടി. മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം പ്രതി വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. ഇതുമൂലം ഒരു ട്രാഫിക് അപകടവും സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം ആവർത്തിച്ചു. കുവൈറ്റിൽ രാജ്യാന്തര ബ്രാൻഡുകളുടെ നിരവധി വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടി. സൽമിയ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ പ്രമുഖ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ അധികൃതർ അടച്ചുപൂട്ടി. രാജ്യാന്തര ബ്രാൻഡുകളുടെ വ്യാജ ബാഗുകൾ, ഷൂസുകൾ, വാച്ചുകൾ, മറ്റ് ആക്സസറീസുകൾ എന്നിവ കൈവശം വയ്ക്കുകയോ വിപണനം നടത്തുകയോ ചെയ്ത കടകളാണ് പൂട്ടിയത്. പരിശോധനയിൽ ഒരു കടയിൽ നിന്ന് മാത്രം 3575 വ്യാജ സാധനങ്ങളും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വ്യാജ ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ചു കടത്താൻ ഉപയോഗിച്ചിരുന്ന രഹസ്യ സംഭരണ കേന്ദ്രവും അവിടെ നിന്നും 2897 വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കുവൈറ്റിലെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് രംഗത്ത് സുപ്രധാനമായ മാറ്റത്തിന് ഇന്നു മുതൽ തുടക്കം. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ച പുതിയ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. പുതിയ സംവിധാനം അനുസരിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഇനി പ്രത്യേകം ബാങ്ക് തിരഞ്ഞെടുക്കേണ്ടതില്ല. പകരം ATM ഡെബിറ്റ് കാർഡിൻ്റെ ആദ്യ അക്കങ്ങൾ നൽകുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട ബാങ്കിൻ്റെ പേര്, ലോഗോ എന്നിവ സ്വമേധയാ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതോടെ ബാങ്ക് തിരഞ്ഞെടുക്കുന്ന ഘട്ടം ഒഴിവാകുകയും ഇടപാട് കൂടുതൽ ലളിതവും വേഗത്തിലാകുകയും ചെയ്യും. ഉപഭോക്താക്കളുടെ സമയം ലാഭിക്കുന്നതിനും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സംവിധാനം സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. UAE രാജകുടുംബാംഗവും പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, സാമൂഹ്യ ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിലെ സജീവ പ്രവർത്തകനുമായ ഷമ ബിൻ സുൽത്താൻ ബിൻ ഖലീഫ അൽ നഹിയാൻ തൻ്റെ ബാലസാഹിത്യകൃതിയായ വുഷ് സുരക്ഷയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥ എന്ന പുസ്തകത്തിൻ്റെ വായനാ സെഷൻ അബുദാബി കൾച്ചറൽ ഫൗണ്ടേഷനിൽ അവതരിപ്പിച്ചു. കുട്ടികളുമായി അവരുടെ പ്രായത്തിന് അനുയോജ്യമായ ഭാഷയിൽ സുരക്ഷാ വിഷയങ്ങൾ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളിലും മാതാപിതാക്കളിലും സുരക്ഷാബോധവും ആത്മവിശ്വാസവും വളർത്തുന്നതിനാണ് പുസ്തകം പ്രാധാന്യം നൽകുന്നത്. അബുദാബിയിൽ നടന്ന നാഷണൽ ഡിഫൻസ് കോളേജിൻ്റെ ബിരുദദാന ചടങ്ങിൽ ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പങ്കെടുത്തു. ബിരുദം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തിന് ആവശ്യമായ കഴിവും പരിശീലനവുമുള്ള മനുഷ്യ വിഭവശേഷി വളർത്തുന്നതിൽ നാഷണൽ ഡിഫൻസ് കോളേജ് വലിയ പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹങ്ങളുടെ പങ്കാളിത്തത്തോടെ ദുബായ് പോലീസ് അൽ സത്വ കമ്മ്യൂണിറ്റി ഫോറം സംഘടിപ്പിച്ചു. സുരക്ഷിതത്വവും സൗഹൃദപരവുമായ സമൂഹം രൂപപ്പെടുത്തുന്നതിന് ജനങ്ങളും അധികൃതരും തമ്മിലുള്ള തുടർച്ചയായ ആശയവിനിമയവും പരസ്പര സഹകരണവും അനിവാര്യമാണെന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ നൽകിയത്. ദുബായ് പോലീസിൻ്റെ സ്മാർട്ട് സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി പ്രത്യേകം സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. കൂടാതെ ബോധവൽക്കരണ ക്ലാസുകൾ, വിനോദ പരിപാടികൾ, കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയും അധികൃതർ സംഘടിപ്പിച്ചിരുന്നു. എബോള വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പുതിയ വിസ അനുവദിക്കുന്നത് UAE താൽക്കാലികമായി നിർത്തിവെച്ചു. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. എബോള ബാധിത പ്രദേശങ്ങളിൽ നിന്നും രാജ്യത്തേക്ക് എത്തുന്ന യാത്രക്കാരിലൂടെ രോഗവ്യാപനം ഉണ്ടാകുന്നത് തടയാനും രാജ്യത്തിൻ്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനും എബോള രോഗവ്യാപനം തടയാനുമാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിറിന് പ്രശസ്തമായ ടോളറൻസ് അവാർഡ് 2026 ലഭിച്ചു. ആഗോളതലത്തിൽ സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും സമാധാനപരമായ സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നൽകിയ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് BAPS ഹിന്ദു മന്ദിർ ഈ നേട്ടം കരസ്ഥമാക്കിയത്. അബുദാബിയിൽ നടന്ന 3ാമത് രാജ്യാന്തര സിവിലൈസേഷൻ ആൻഡ്
ടോളറൻസ് സമ്മേളനത്തിലാണ് ഈ ആദരം സമർപ്പിച്ചത്. സാമൂഹിക സൗഹാർദ്ദവും സഹിഷ്ണുതയും വളർത്തുന്നതിൽ ക്ഷേത്രം മുൻകൈയെടുത്തു നടത്തുന്ന വിവിധ സാംസ്കാരിക കൂട്ടായ്മകളും കോവിഡ് കാലത്തും നിലവിലെ പ്രാദേശിക പ്രതിസന്ധികൾക്കിടയിലും നൽകിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പുരസ്കാര ലബ്ധിക്ക് കാരണമായി. റോഡ് അപകടങ്ങൾ പരമാവധി ഇല്ലാതാക്കുവാൻ ഡ്രൈവർമാർ നിർബന്ധിത ലൈനുകൾ പാലിക്കണമെന്നും സുരക്ഷിതമല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ ലൈൻ മാറ്റരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പെട്ടെന്നുള്ള ലൈൻ മാറ്റം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾ മൂലമുണ്ടായ അപകടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും അബുദാബി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്കും ജിബൂട്ടിയിലേക്കും പുതിയ ഷിപ്പിംഗ് സർവീസ് ആരംഭിച്ചു. സൗദി തുറമുഖ അതോറിറ്റിയായ മവാനി എമിറേറ്റ്സ് ഷിപ്പിംഗ് ലൈനുമായി സഹകരിച്ച് SRS എന്ന പേരിലാണ് ഈ പുതിയ കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാക്കിയത്. പുതിയ റൂട്ട് നിലവിൽ വരുന്നതോടെ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള മുദ്ര തുറമുഖവും ആഫ്രിക്കൻ വൻകരയിലെ ജിബൂട്ടി തുറമുഖവും ജിദ്ദയുമായി നേരിട്ട് ബന്ധിക്കപ്പെടും. 2144 കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുക. സൗദി അറേബ്യയുടെ ഗതാഗത രംഗത്ത് വൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ഹെവി ട്രക്ക് നിരത്തിലിറങ്ങി. പൂർണ്ണമായും സ്വയം ഡ്രൈവ് ചെയ്യുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് ഈ ട്രക്ക് ഇറക്കിയിട്ടുള്ളത്. കാർബൺ പുറന്തൽ പൂർണ്ണമായും ഈ ട്രക്ക് ഒഴിവാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. സൗദി ഊർജ്ജ ഗതാഗത ലോജിസ്റ്റിക് മന്ത്രാലയങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ ഇസ്മാനിൽ, അബുദാബി, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ഹിവിയോ എന്നീ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ചരിത്ര പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് എറണാകുളത്തെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ്. വാദ്യ മന്ത്രഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന സ്വീകരണ ചടങ്ങിൽ സൂര്യകാലടിമന സൂര്യൻ ജയ് സൂര്യൻ ഭട്ടതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, സ്വാമി അനഘാമൃതാനന്ദപുരി, ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ അമൃത ഹോസ്പിറ്റൽസ് ഡോക്ടർ പ്രേം നായർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഡോക്ടർ യു കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അമ്മയെ സ്വീകരിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസിമാരും വിദേശികളും സ്വദേശികളുമായ 1000-ഓളം വരുന്ന അന്തേവാസികളും അമ്മയോടൊപ്പം എത്തിച്ചേർന്നു. അമ്മയെ കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനുമുള്ള തയ്യാറെടുപ്പിലാണ് താൻ അടക്കമുള്ളവരെന്നും മേയർ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി അമ്മ 6-7 ദിവസങ്ങൾ ജൂൺ മാസം എറണാകുളം നമ്മുടെ ഇടപ്പള്ളിയിലെ ബ്രഹ്മസ്ഥാനത്ത് എത്തുന്നുവെന്നറിഞ്ഞു. വളരെയേറെ സന്തോഷമാണ്. കൊച്ചിയുടെ മേയറായി ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് അമ്മ എറണാകുളത്തേക്ക് വരുന്നത്. തീർച്ചയായും അമ്മയെ കാണുന്നതിനും അമ്മയുമായിട്ട് ഒരു നിമിഷം അത് കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുമുള്ളത്. തീർച്ചയായും അത് വളരെ സന്തോഷം നൽകുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും ആ 2 ദിവസത്തെ പരിപാടിക്ക് കൊച്ചിയുടെ മേയർ എന്ന രീതിയിലുള്ള അറിയിക്കുകയാണ്. എല്ലാവരുടെയും ഒരു സാന്നിധ്യ സഹകരണങ്ങളൊക്കെ ആ പരിപാടിക്ക് ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ ദർശനവും ആശ്ലേഷവും വലിയ ആഹ്ലാദവും ആശ്വാസവും പകരുന്നതാണെന്ന് കൊച്ചി അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പളും ന്യൂറോളജി വിഭാഗം തലവനുമായ ഡോക്ടർ A. ആനന്ദകുമാർ പറഞ്ഞു. അമ്മ 6 വർഷത്തിന് ശേഷം കൊച്ചിയിലേക്ക് വരികയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. എന്തുകൊണ്ടാണ് അമ്മ വരുമ്പോൾ ഇത്ര സന്തോഷം എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 90കളിലാണെന്ന് തോന്നുന്നു ഞാൻ അമ്മയെ ആദ്യമായിട്ട് കാണുന്ന സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അമ്മ ചേർത്ത് പിടിച്ചപ്പോൾ എന്തിനെന്നറിയാതെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. അത് വേറൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അമ്മ കൊണ്ടുപോകുന്നത് കൊണ്ടാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ ആയാലും വള്ളിക്കാവിലായാലും അമ്മയുടെ ദർശനം കിട്ടുക, അമ്മയുടെ കരവലയത്തിൽ നിമിഷങ്ങളെങ്കിലും നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ വളരെ
സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ഉറ്റുനോക്കുകയാണ് എൻ്റെ അമ്മയുടെ വരവ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.